അറിയാം, ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും, UDFന്റെ സർക്കാർ വരും. ആ സർക്കാർ വന്നാൽ ഇതൊക്കെ നടപ്പിലാക്കുന്നവർക്ക് അറിയുന്നതുകൊണ്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തുന്നതാണ് അവർ. അതിലൊന്നും ജനം വീഴാൻ വേണ്ടി പോകുന്നില്ല കേരളത്തിലെ ജനം. കേരളത്തിൽ ആൺകുട്ടികളുടെ സർക്കാരിനെ പ്രതിഷ്ഠിക്കാൻ ഇറങ്ങിയ മുതലാണ്. പക്ഷെ ഈ കൊട്ടിഘോഷിച്ച ആണത്തമൊന്നും ബീഹാറിൽ കണ്ടില്ല. തോറ്റെന്ന് മാത്രമല്ല, കൂടെ നിന്ന സഖ്യകക്ഷികളെ കൂടി തോൽപ്പിച്ചു. ബീഹാർ ഭരണം BJPയുടെ കയ്യിലേക്ക് താലത്തി വെച്ചു കൊടുത്തു. ബീഹാറിലെ തോൽവിയോടെ ഇന്ത്യയിലെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. BJP സഖ്യത്തിന്റെ വിജയം രാജ്യത്തിന് ഗുണകരമല്ല എന്ന യാഥാർത്ഥ്യം മുന്നിലുള്ളപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ താക്കോൽ സ്ഥാനം ഇനിയും കോൺഗ്രസിനെ ഏൽപ്പിക്കണോ എന്ന ചോദ്യം കൂടി ഉയർന്നു വരികയാണ്. കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും തന്ത്രങ്ങൾ തുടരെ പാളുന്നതാണ് സമീപകാലം നടന്ന പല സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കണ്ടത്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുന്ന രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് KC വേണുഗോപാലാണ്. അല്പം കൂടി വ്യക്തമായി പറഞ്ഞ ഉപദേശിച്ച് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഈ അവസ്ഥയിലാക്കിയതും ഇദ്ദേഹം തന്നെയാണ്. AICCയുടെ സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി KC വേണുഗോപാൽ വന്ന ശേഷം കോൺഗ്രസിന് നല്ല ഐശ്വര്യമായിരുന്നു. എവിടെയൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടോ അവിടെയൊക്കെ തോറ്റു തൊപ്പിയിട്ടു. ഗോവയിലും ഗുജറാത്തിലും ആദ്യം തോറ്റു, പിന്നെ പഞ്ചാബിൽ, മഹാരാഷ്ട്രയിൽ, ഹരിയാനയിൽ, ദില്ലിയിൽ, രാജസ്ഥാനിൽ, അരുണാചലിൽ, സിക്കിമിൽ, ആന്ധ്രയിൽ, ഒഡീഷയിൽ, ഇപ്പോൾ ഇതാ ബീഹാറിലും. അങ്ങനെ ഒരുവിധം ഭരണം ഉണ്ടായിരുന്നിടത്തെല്ലാം കോൺഗ്രസിന്റെ മരണമാണ് നടന്നത്. എവിടെ പരാജയം ഉണ്ടായാലും അത് KC വേണുഗോപാലിന്റെ പരാജയമാണെന്നാണ് പറയുന്നത്. അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പാർട്ടിയെ തോൽപ്പിച്ച ഒരു സംഘടനാ സെക്രട്ടറി വേറെ ഉണ്ടാകില്ല. ഒരുവിധമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും KC ചെന്ന് സംഘടനാ പ്രവർത്തനം നടത്തി പാർട്ടിയെ തോൽപ്പിച്ചു. കോൺഗ്രസിന് മത്സരിച്ച് തോൽക്കാൻ ഇനി ഇന്ത്യയിൽ സംസ്ഥാനങ്ങളൊന്നും ബാക്കിയില്ല. ഇക്കണക്കിന് പോയാൽ ഇനി കോൺഗ്രസിന് ജയിക്കണമെങ്കിൽ നിലവിലുള്ള സംസ്ഥാനങ്ങൾ വിഭജിച്ച് പുതിയ സംസ്ഥാനങ്ങൾ തന്നെ രൂപീകരിക്കണം. തെലങ്കാനയും കർണാടകയും ഒഴിച്ച ഈ അടുത്തൊന്നും കോൺഗ്രസ് ഒരിടത്തും ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചിട്ടില്ല. KC വേണുഗോപാൽ സംഘടനാ സെക്രട്ടറി ആയ ശേഷമുള്ള കോൺഗ്രസിന്റെ അവസ്ഥ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. ഉത്തരേന്ത്യയിൽ മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കൊണ്ടിരുന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അവിടെ പോലും രക്ഷയില്ലാത്ത അവസ്ഥയായി. സുരക്ഷിതമായി മത്സരിച്ച് ജയിക്കാൻ ഇരുവർക്കും കേരളത്തിൽ വരേണ്ട അവസ്ഥ വന്നു. ആദ്യം രാഹുൽ വന്നു, പിന്നെ പ്രിയങ്കയും. ഇപ്പോഴത്തെ അവസ്ഥയിൽ മൂന്നാമതായി KC വേണുഗോപാലും അധികം വൈകാതെ തന്നെ എത്താനാണ് സാധ്യത. അതിന്റെ സൂചന KC തന്നെ ഒരു മാസം മുമ്പ് നൽകുകയും ചെയ്തിരുന്നു. കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും, പക്ഷേ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള സജീവത്വമല്ല. പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ, UDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവത്വമാണ്. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴാണ് KC വേണുഗോപാൽ ഗ്രൂപ്പ് കളിക്കാൻ കേരളത്തിലെത്തിയത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഇഷ്ടക്കാരെ നിയമിക്കാൻ പദ്ധതികളുമായി ഇദ്ദേഹം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ബീഹാറിൽ സംഘടനാ സെക്രട്ടറി ഇല്ലാതെ കോൺഗ്രസിന്റെ പ്രചാരണം മുന്നോട്ട് പോയി. കർണാടകയിൽ മുമ്പ് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ KCക്ക് കേൾക്കേണ്ടി വന്നിരുന്നു. സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങൾക്ക് പിന്നിൽ വേണുഗോപാലാണെന്ന് തുറന്നടിച്ചത് അവിടുത്തെ മുതിർന്ന നേതാവ് തന്നെയായിരുന്നു. ഹരിയാനയിൽ സീറ്റ് കിട്ടിയത് വേണുഗോപാലിന്റെ പെൺ സുഹൃത്തുക്കൾക്ക് മാത്രമാണെന്ന് വിമർശിച്ചതും അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. KC വേണുഗോപാൽ AICCയുടെ തലപ്പത്ത് വന്ന ശേഷം പാർട്ടി വിട്ടുപോയ നേതാക്കളുടെ പട്ടിക എടുത്താൽ PCC നേതാക്കളും മുൻ മുഖ്യമന്ത്രിയും അടക്കം ഒരു വമ്പൻ പട തന്നെ ഉണ്ടാവും. എന്തായാലും നീണ്ട വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം വിരമിച്ച് കേരളത്തിൽ കുടിയിരിക്കുക മാത്രമേ ഇനി KCക്ക് മുന്നിൽ മാർഗമുള്ളൂ. അതിനുള്ള ചുവടുവയ്പ്പാണ് സംസ്ഥാന കോൺഗ്രസിൽ കുറെ കാലമായി അദ്ദേഹം നടത്തുന്ന ഇടപെടൽ. മഹിളാ കോൺഗ്രസും KSUവും ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസും വരെ KC കൈപ്പിടിയിൽ ഒതുക്കി. ഷാഫി പറമ്പിൽ അടങ്ങുന്ന യുവ നേതാക്കളെയും KPCC അധ്യക്ഷനും വരെ തന്റെ ചൊൽപ്പടിയിലാക്കി. ഇതേ പണി തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായി മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് കാണിച്ചിട്ടുണ്ടാവുക. അതിന്റെ ഫലം കൂടിയാണ് ഇപ്പോൾ വന്ന ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം.